അപ്പം അതേ രാവിലെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:30 മണിയാണ്. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇപ്പം 6 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ലച്ചുവിനെ വിളിക്കാം. സേതുവിനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പം അതേ ഞങ്ങൾ മൂകാംബിക ക്ഷേത്രം പാറൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ ഇത്ര നേരത്തെ എണീറ്റത്. അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം പോവാറുണ്ട്. സ്കൂൾ തുറക്കണം മുന്നേ നമ്മളെപ്പോഴും പോകും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നാണ് പോണത്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ മഴയൊന്നും ഉണ്ടായില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ എടപ്പള്ളി പള്ളി കേട്ടോ. അപ്പം ലച്ചുവിനെ രാവിലെ എനിക്ക് കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ ലച്ചു കിടന്ന് കിടുകിടാന്ന് ഇങ്ങനെ വറച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തണുത്തിട്ട് എനിക്കും അതേട്ടാ കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. 5:30 നല്ല തണുപ്പായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ തിരക്കില്ലാത്ത റോഡ് കണ്ടോളൂ. അതുപോലെ തന്നെ നമ്മുടെ ലുലുവിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ എപ്പോഴും തിരക്കല്ലേ, വണ്ടികളും ഫുള്ള് തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. ദേ ഇപ്പം ഇവിടെ ആരുമില്ല. റോട്ടിൽ മൊത്തം വെള്ളം. അപ്പം അത് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടാവും. അതുപോലെ വലിയ വലിയ ഗട്ടറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലുലുവിൻ്റെ ആ ഭാഗത്ത് എന്തോ പണി നടക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്താ കാര്യമെന്ന് അറിയില്ല. അപ്പം അതേ നമ്മൾ നല്ല രസമുണ്ടായിട്ടൊന്ന് പോകാനായിട്ട്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കണം മഴയില്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുടയിൽ നിന്ന് ചൂടാൻ നല്ല സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങാമല്ലോ. അപ്പം ചെറിയൊരു മഴക്കാറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഒരു കോടമഞ്ഞ് പോലെ ഇങ്ങനെ മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. നമുക്കിനി കാറൊക്കെ പാർക്ക് ചെയ്യാം. നോക്കുമ്പോൾ തന്നെ ആരും ഇല്ല, തിരക്കൊന്നുമില്ല സത്യത്തിൽ. അപ്പോൾ ലച്ചു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എത്താറായോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലച്ചുവിന് ഞാനൊരു ദോശയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഈ എഴുത്തിനിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങില്ലേ, പൂജാ സ്റ്റോറാണ്. അത് ഇവിടെ നിന്നാണ് വാങ്ങിയിട്ട് പോവുക. എനിക്കിവിടെ എപ്പോൾ വന്നാലും ലച്ചുവിനെ എഴുത്തിനിരുത്താൻ വന്ന ആ ഒരു ഓർമ്മയാണ് കേട്ടോ. കുഞ്ഞ് ലച്ചു ഇവിടെയാണ് ലച്ചുവിനെ എഴുത്തിന്. അന്ന് തൊട്ട് ലച്ചു എന്നാണ് ഇവിടെ എഴുത്തിനിരുത്തിയത് അന്ന് തൊട്ട് ഞങ്ങൾ മുടങ്ങാതെ എല്ലാ കൊല്ലവും ക്ലാസ്സിൽ പോകണം മുന്നേ വരും കേട്ടോ. അത് ക്ഷേത്രത്തിൻ്റെ അകത്താണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടേ വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ദേവി ഇരിക്കുന്ന 4 ചുറ്റും വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മീനിനെ കാണാറുണ്ട്. അതൊന്നും കണ്ടില്ല. പിന്നെ അധികം ഞാൻ വീഡിയോ എടുക്കാനും പോയില്ല. തൊഴുത് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലക്കുളം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ മീനുകളെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ കാണണേ ഇല്ല. പിന്നെ ആരൊക്കെ കൊടുത്ത തീറ്റകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലച്ചുവിനോട് പറഞ്ഞു മീനിനൊന്നും കാണാനില്ല, തീറ്റ മേടിക്കണോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് മേടിക്കാം. 20 രൂപയാണ് കേട്ടോ മീനിന് കൊടുക്കാനുള്ള തീറ്റ. അപ്പോൾ ദേ ആ ദൂരെ കാണാനാണ് കേട്ടോ ഞാൻ. അപ്പോൾ സേതുവേണ്ടയിൽ ഫോണൊന്ന് ഏൽപ്പിച്ചിട്ട് ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ സേതുവേട്ടൻ ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ മലരില്ലേ, അതാണ് അവർ തീറ്റയായിട്ട് കൊടുക്കണത്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് അവർക്ക് എന്തായാലും തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ലച്ചു ചോദിക്കണ്ടായി ഈ പ്ലേറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും പുള്ളിക്കാരിയുടെ ചിന്ത. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്കിത് തിരിച്ചു കൊടുക്കണം. ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത്തിരി പൊക്കമുള്ളതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ഒരു പേടി പോലെ എനിക്ക് തോന്നാറുണ്ട്. ലച്ചു നിൽക്കണതിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ലച്ചു എന്നെ നിർബന്ധിക്കുന്നുണ്ടായി അമ്മ അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട്. മഴ ചെയ്തുകൊണ്ട് എനിക്ക് പേടിയായി വല്ല വഴുക്കലൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മീൻ ഇങ്ങനെ വരുന്നുണ്ടായി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടാറ്. കുറേ പേര് ഇഷ്ടംപോലെ തീറ്റ വാങ്ങി ഇട്ട് കൊടുക്കും. പക്ഷെ ഇന്നെന്തോ അധികം ആരുമില്ല. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എൻ്റെ കാലിൻ്റെ വിരൽ എന്താ പറയുക ആ സ്റ്റെപ്പിൽ നമ്മുടെ ദേവി ഇരിക്കണതിൻ്റെ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് ആകെ സ്റ്റക്കായി. ഞാൻ വിചാരിച്ച് കാലൊക്കെ മുറിഞ്ഞു എന്ന്. പിന്നെ അതെല്ലാം അവരൊക്കെ വന്ന് ആൾക്കാരൊക്കെ ചുറ്റും കൂടി വന്ന് അതെല്ലാം ഇങ്ങനെ തിക്കി തന്ന് അങ്ങനെ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ വിരൽ മുറിഞ്ഞു എന്ന് വിചാരിച്ചു. അത്രയും ഇങ്ങനെ ഇറുകിയിരിക്കണമായിരുന്നു. അപ്പം ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോയി. പിന്നെ അമ്മ വിളിച്ച് പറയുന്നുണ്ടായി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കാല് പോവല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓർമ്മിക്കുന്നുണ്ട്. ഞാനിവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഓർമ്മ ചെയ്ത്. പിന്നെ തിരിച്ച് വരാൻ നേരത്തെ ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത്.